നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയുടെ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്നാരോപിച്ച് LDF. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തേണ്ട കാന ശുചീകരണവും കാനയിൽ നിന്നും മണ്ണെടുത്ത് മാറ്റലും അടക്കമുള്ള പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആരോപിച്ചു. നഗരസഭയിലെ പനോലി തോടിൽ ചണ്ടി നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിക്കുകയായിരുന്നു LDF സംഘം. കൗൺസിലർമാരായ സിന്ധു ഗിരീഷ് കുമാർ, ലേഖ ഷാജൻ, അശ്വതി VS, നന്ദുലാൽ, വിമി വിജേഷ്, വിനിത എന്നിവരും സ്ഥലം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചാണ്? മുനിസിപ്പാലിറ്റി എന്ത് വാർഡ് കൗൺസിൽ ഉൾപ്പെടെ ഈ വാർഡിന്റെ കൗൺസിൽ പ്രിയപ്പെട്ട വിനീത് ഉൾപ്പെടെ കൗൺസിലർ പറഞ്ഞതാ, ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, അടിയന്തരമായിട്ട് തോട് നന്നാക്കണം. കാരണം ഇവിടെ വെള്ളം പൊന്തിയപ്പോൾ കുറച്ച് അതിൻ്റെ ഇത് ഉയർത്തി, ചെറിയുടെ ഭാഗമായിട്ടുള്ള ഷെൽട്ടർ കുറച്ച് ഉയർത്തിയപ്പോൾ വെള്ളം നേരെ പോയത് ആ വീടുകളിലേക്ക് പോയത് അവിടെ ചണ്ടി വന്ന് കിട്ടിയിരുന്നത്. കാരണം അവിടെ അങ്ങനെ തോട് വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പണി എന്തിനും ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഇല്ലെങ്കിൽ തന്നെ മറ്റേ മഴയുടെ മുന്നോടിയായിട്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെ വല്ലാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നഗരസഭ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒച്ചിൻ്റെ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഞങ്ങൾ പറഞ്ഞിട്ട് വേണം വൃത്തിയാക്കാനായിട്ട്, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു വൃത്തിയാക്കാനായിട്ട്. നഗരസഭയുടെ ഉത്തരവാദിത്തമല്ലേ വെള്ളം വിളിച്ചൊക്കെ ഇത് എവിടെ നിന്ന് വരുന്നത് ചെയ്യുക? കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് വർക്ക്ഷോപ്പുകളിലെ കുഴപ്പമാണ്. വർക്ക്ഷോപ്പുകളിലും കൂടുതൽ കുഴപ്പം നഗരസഭ ശുചീകരിക്കാൻ്റെ ഭാഗമായിട്ട് മാസ് തിയേറ്ററിൻ്റെ അവിടെ നിന്ന് മുതലുള്ള തോട്ടിൽ നിന്ന് പറഞ്ഞ വെള്ളം വന്ന് നമ്മുടെ സണ്ണി സിൽക്സിൻ്റെ ആ പ്രദേശത്ത് കൂടെ വന്ന് കല്ലരിത്തോട് വഴിയാണ് ഈ പ്രദേശത്തുന്നത്. വെള്ളം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, വെള്ളം മൂക്ക് വെച്ച് മറ്റേ പൊത്തിപ്പിടിച്ച് ഞങ്ങൾ കാണാനുണ്ട്. അത്രയ്ക്കും വൃത്തിഹീനമായിട്ട് കോളിഫാം ബാക്ടീരിയ ഉൾപ്പെടെയുള്ള വെള്ളമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ, കിണറിൽ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കിണറിൽ വെള്ളം കുടിക്കാൻ പറ്റാണ്ടായി. ഈ അശ്വതിയുടെ വാർഡുകളിലെ ഭാഗത്തെ ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കേടായി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോളിഫാം ബാക്ടീരിയ അടങ്ങിയുള്ള വെള്ളമാണ്. ഈ വെള്ളമൊക്കെ കിണറുകളിൽ പോകും. വേനൽക്കാലാകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ ഈ വെള്ളം ഇതിലുള്ള വെള്ളം അങ്ങോട്ട് കുറവ് വെള്ളമായിട്ട് വരുന്നത്. അപ്പോൾ കിണറ്റിൽ വെള്ളം കുടിക്കാൻ പറ്റാണ്ടാവും. പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് യുദ്ധം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ കുടിവെള്ളം ഇങ്ങനെ മലിനമാകുന്നതിൽ നഗരസഭ അവസാനിപ്പിക്കുന്നത്. പടയൂർ പൂമംഗലം കാർഷിക സമഗ്ര വികസന പദ്ധതിക്കായി നിർമ്മിച്ച ബണ്ട് ഭാഗികമായി തകർന്നത് പദ്ധതി നിർവഹണത്തിലെ പാളിച്ചയാണെന്നാരോപിച്ച് BJP. മുൻ MLA ഡോക്ടർ R. ബിന്ദുവിന്റെ കാർഷിക സമഗ്ര വികസന പദ്ധതിയായ പച്ചക്കുട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.3 കിലോമീറ്റർ ബണ്ട് ഏകദേശം 1.25 കോടി ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുൻപാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ബണ്ട് ഭാഗികമായി തകർന്നത്. ഇത് പദ്ധതി നിർവഹണത്തിലെ പാളിച്ചയാണെന്ന് BJP പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജീഷ് വലിയപറമ്പിൽ അറിയിച്ചു. പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിൽ പുതിയതായി ആരംഭിച്ച സമരിറ്റൻ ലൈഫ് കെയർ കാർഡിയാക് സെന്ററിന്റെയും അക്യൂട്ട് ഇൻപേഷ്യന്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെയും സംയുക്ത ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. സമരിറ്റൻ സിസ്റ്റേഴ്സ്
സ്നേഹോദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഹോസ്പിറ്റൽ ഡയറക്ടറുമായ സിസ്റ്റർ ഡോക്ടർ റീറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, ലൈഫ് കെയർ കാർഡിയാക് സെന്റർ മാനേജർ സെബി ജേക്കബ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ പ്രതാപ് രാഘവൻ എന്നിവർ ആശംസകൾ നേർന്നു. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ ആൻജോ ജോസ് ആമുഖ പ്രസംഗം നടത്തി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി CS സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ വിൻസി നന്ദിയും പറഞ്ഞു. ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ആശുപത്രിയിലെ പുതിയ കാത്ത് ലാബ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. പരസ്നേഹത്തിൻ്റെ പ്രതീകമായ ഈ സ്ഥാപനത്തെ വിശുദ്ധീകരിക്കണമേ. ഈ കാത്ത് ലാബിനെയും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാ സൗകര്യങ്ങളെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും പ്രത്യേകമായിട്ട് കടാക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാത്ത് ലാബ്. ഈ പ്രദേശത്തുള്ള ഹൃദയ രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുവാൻ കഴിവുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് സിദ്ധാർത്ഥ ഹോസ്പിറ്റൽ മാറിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട, അതുപോലെ തന്നെ പുല്ലൂര്, പ്രാന്തപ്രദേശങ്ങളിലുള്ള രോഗികൾക്ക് പെട്ടെന്ന് ഓടി വന്ന് ഹൃദയസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ളൊരു ഇടമായിട്ട് സിദ്ധാർത്ഥ മാറിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറെയും അഡ്മിനിസ്ട്രേറ്ററെയും മറ്റെല്ലാ ഹോസ്പിറ്റലിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംരംഭവും കൂടെ ഇവിടെ ആരംഭിച്ചിരിക്കും. അക്യൂട്ട് ഇൻപേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. രോഗികളായിട്ട് ആശുപത്രിയെ സമീപിക്കേണ്ടതായിട്ട് വരികയും നീണ്ട മാസങ്ങൾ ചികിത്സയ്ക്കായിട്ട് ആവശ്യം വരികയും ചെയ്യുമ്പോൾ കരുണാതരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ചൈതന്യം പങ്കുവയ്ക്കാൻ ഉതകുന്ന വിധത്തിൽ ഇന്ന് ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററിന് തുടക്കം കുറിച്ചു. വിവിധങ്ങളായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ ഈ ഹോസ്പിറ്റല് ഈ പ്രദേശത്തുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് ഏറെ പ്രശംസനീയമായിട്ടുള്ള കാര്യം. കാറളം ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. KSFEയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത വിനോദ്,
സുധീർ ദാസ്, മിനി രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷമീർ KB, അനീഷ് ശശിധരൻ, വിജിൽ വിജയൻ, പ്രീത NN, രാജൻ, നീതു അനീഷ്, അഞ്ജു, നിജി ലിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ അജിത് കുമാർ, അജയൻ തറയിൽ എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും KSFEയുടെയും കാറളം ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വിതരണോദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി തന്നെ വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് തന്റെ വാക്കിൽ നിർത്തുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 15-ാം വാർഡിൽ ശുദ്ധജലക്ഷാമം. ദിവസങ്ങളായി ഈ പ്രദേശത്ത് ശുദ്ധജല വിതരണം മുടങ്ങിയിട്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലർമാർ വഴിയും നേരിട്ടും പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നൽകിയ പരാതിയിൽ പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി. ഇരിങ്ങാലക്കുട നഗരസഭ നമ്പ്യങ്കാവ് വാർഡിൽ വേനൽ അവധിക്കാലത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കളിക്കൂട്ടം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ CC ഷിബിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചിത്രരചനാ അധ്യാപകനും പാവക്കൂത്ത് കലാകാരനും ശില്പിയുമായ KK ദാസപ്പൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ബാലസഭ റിസോഴ്സ് പേഴ്സൺ രമീള, കുടുംബശ്രീ CDS അംഗം ശാന്താമണി, ADS സെക്രട്ടറി രാഗി അനിൽ, ADS വൈസ് ചെയർപേഴ്സൺ മിനി പുഷ്പൻ, കുടുംബശ്രീ വയോജന ക്ലബ് സെക്രട്ടറി പുഷ്പവല്ലി മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.